റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ എന്തൊക്കെയാണ് ക്രെയ്ഗ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ജോയിനിങ് സെക്ഷനിലേക്ക് വരുമ്പോൾ അവിടെ എന്തൊക്കെയാണ് ക്രെയ്ഗ് ഒരു കാൻഡിഡേറ്റിൻ്റെ കാര്യത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എംപ്ലോയർക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇപ്പോൾ ഇൻ്റർവ്യൂ സെക്ഷൻ കഴിഞ്ഞു, നമ്മളൊരു കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്തു, അവന് അപ്പോയിൻമെൻറ്റ് കൊടുക്കണം. ഈ കൊടുക്കുന്ന സാഹചര്യത്തിൽ മിക്ക ക്ലയൻസുകളും അല്ലെങ്കിൽ മിക്ക കാൻഡിഡേറ്റ്സുകളും ഇവർ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് മറ്റൊരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ നോട്ടീസ് പീരീഡ് ചോദിക്കും. ഇത്ര ദിവസം 15 ദിവസം നോട്ടീസ് പീരീഡ് ഉണ്ട്, 1 മന്ത് ഉണ്ട്, 2 മന്ത് ഉണ്ട് എന്നൊക്കെ പറയും. സ്വാഭാവികമായിട്ട് ഒരു 1 മന്ത് നോട്ടീസ് പീരീഡ് നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കേണ്ടതല്ല, നാളെ തന്നെ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ഉള്ള കേസല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു കാൻഡിഡേറ്റിന് നമ്മളൊരു 30 ഡേയ്സ് റിക്രൂട്ട്മെൻറ്റിന് അല്ലെ അവരുടെ നോട്ടീസ് പീരീഡിന് വേണ്ടിയിട്ടുള്ള ടൈം അലോ ചെയ്ത് കൊടുക്കണം. പക്ഷേ ഇവിടെ സാഹചര്യങ്ങൾ സംഭവിക്കുന്നത് മിക്ക കമ്പനീസും നമ്മൾ അപ്ഡേറ്റ് ചെയ്തൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റിൽ ജോയിൻ ചെയ്യുന്ന സെയിം ഡേ അല്ലെങ്കിൽ തലേ ദിവസം വിളിച്ചിട്ട് സെയിം കമ്പനിയിൽ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രീവിയസ് കമ്പനിയിൽ തന്നെ അവർക്ക് സാലറി കുറച്ചുകൂടെ ഹൈക്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്, ഇവിടുന്ന് ലീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, അവർ തന്നെ എന്തെങ്കിലും അല്ലെങ്കിൽ അടുത്തൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ഓഫർ ചെയ്യുമ്പോൾ സെയിം കമ്പനിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാന്നുള്ള ഇൻഫർമേഷനാണ് തരുന്നത്. അപ്പോൾ അത്തരത്തിൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ റിക്രൂട്ട് ചെയ്ത കമ്പനി അവൻ്റെ ടൈമും എഫേർട്ടൊക്കെ വേസ്റ്റ് ആവുകയാണ്. വീണ്ടും അതേ ഒരു പോസ്റ്റിലേക്ക് അപ്പോയിൻമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേ പ്രോസസ്സ് വീണ്ടും CV കളക്ട് ചെയ്യലും കാൻഡിഡേറ്റിനെ ഫൈൻഡ് ഔട്ട് ചെയ്യലും അതുപോലെ ഇൻ്റർവ്യൂ പ്രോസസ്സും ഒക്കെ കഴിഞ്ഞ് വീണ്ടും ചിലപ്പോൾ നോട്ടീസ് പീരീഡ് കൊടുക്കേണ്ട അല്ലെങ്കിൽ അത്രയും ദിവസം ജോയിനിങ് കൊടുക്കേണ്ട സാഹചര്യം വരും. ഇത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ലോസാണ്. ചിലപ്പോൾ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊസിഷനിലായിരിക്കും, അവിടെ ആളില്ലാണ്ട് നടക്കില്ല, അല്ലെങ്കിൽ ആൾക്ക് ഇന്ന ടൈമോട് അവിടുന്ന് ലീവ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതിനുള്ളിൽ പുതിയ റിക്രൂട്ട്മെൻറ്റ് മസ്റ്റായിട്ടും കയറണം. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നത് വളരെ ഹൈ ഇമ്പാക്റ്റ് ആയിട്ട് നമ്മളെ സ്കോറിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. കമ്മിറ്റ് ചെയ്തു, ജോയിൻ ചെയ്യാൻ അപ്പോയിൻമെൻറ്റ് കൊടുത്തു, അപ്പോയിൻമെൻറ്റ് ഓക്കെ ആണ്, അവർ ജോയിൻ ചെയ്യാൻ റെഡിയാണ്, വില്ലിംഗ് ആണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ലാസ്റ്റ് മിനിറ്റിലുള്ള റിജക്ഷൻസ് നല്ല രീതിയിൽ സ്കോറിനെ എഫക്റ്റ് തീർച്ചയായിട്ടും. ഇനി അത് മാത്രം അതുപോലെ തന്നെ അറ്റൻഡൻസ് ആയാലും അല്ലെങ്കിൽ പങ്ക്ച്വാലിറ്റി ആയാലൊക്കെ നമുക്ക് ഇതിൽ വരുന്ന ഓരോ പാരാമീറ്റേഴ്സ് ആണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഇതിൽ ഡീറ്റെയിൽ ചെയ്യുന്നത്? അറ്റൻഡൻസിൽ വരുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാൻഡിഡേറ്റ്സിന് അല്ലെങ്കിൽ ചില എംപ്ലോയീസിന് അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ലേറ്റ് കം ആയിട്ട് വരികയാണ്, നേരം വൈകി വരുമ്പോൾ ഹാഫ് ഡേ, ചിലപ്പോൾ ഓരോ പല കമ്പനിയിലും പല സിസ്റ്റം ആയിരിക്കും, ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഹാഫ് ഡേ LOP ആയിരിക്കും, അല്ലെങ്കിൽ 3 ഡേയ്സ് കഴിയുമ്പോൾ ഹാഫ് ഡേ LOP ആയിരിക്കും. അതൊരു വിഷയമല്ല, അറ്റൻഡൻസ് കട്ട് ചെയ്തോട്ടെ പോയിക്കോട്ടെ പ്രശ്നമല്ല, നമ്മളിങ്ങനെ വരുള്ളൂ എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ട്. കാരണം ഇത് എവിടെയും പിന്നീട് റിഫ്ലക്ട് ചെയ്യുന്നില്ല, അവൻ്റെ ശമ്പളം പോയാലും അവർക്ക് പ്രശ്നമല്ല. ചിലപ്പോൾ നല്ല രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇൻസെൻറ്റീവ്സ് ഉണ്ടാവും, സാലറി പ്ലസ് ഇൻസെൻറ്റീവ്സ് ഉണ്ടാവും. അപ്പോൾ ഈ സാലറി കട്ട് ചെയ്തതിനാലും പ്രശ്നമില്ലാത്ത ആൾക്കാരുണ്ടാവും. ഇനിയിപ്പോൾ സാലറി ഇല്ലെങ്കിലും കുഴപ്പമില്ല, അവരുടെ കോളേജ് സ്റ്റൈലിൽ വരിക, പോവുക, തോന്നിയ സമയത്ത് പോവുക, സ്ഥാപനത്തിൽ ഡിസിപ്ലിൻ ഉണ്ടാവില്ല. പക്ഷേ ഇതേ ആൾ വേറെ കമ്പനിയിലേക്ക് പോകുമ്പോൾ ഇത് എവിടെയും കാണുന്നില്ല, ഇങ്ങനെ മുന്നത്തെ അറ്റൻഡൻസ് എവിടെയും റെക്കോർഡ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇയാൾ ഇത്രയും എക്സ്പീരിയൻസ് കൊണ്ട് വന്നു എന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ ഈ അറ്റൻഡൻസ് നമ്മളിവിടെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഓരോ മാസത്തിലും അവൻ എത്ര പെർസെൻറ്റേജ് അറ്റൻഡൻസ് അവിടെ വന്നിട്ടുണ്ടെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സ്കോർ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് 100% വന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഒരു 70% വന്നവരുണ്ടാവും, 50 വന്നവരുണ്ടാവും. ഇവർക്കൊക്കെ നമ്മൾ ഒരു കാറ്റഗറി സെറ്റ് ചെയ്തിട്ടുണ്ട്, സിൽവർ, ബ്രോൺസ്, അങ്ങനെ 3-4 കാറ്റഗറി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ വരുന്ന ആൾക്കാർ സ്കോർ കൂടാനും തോന്നിയ പോലെ വരുന്ന ആൾക്കാരെ അത് സ്കോർ കുറക്കാനുള്ള സാഹചര്യമാണ് അറ്റൻഡൻസിന്റെ കേസിൽ. അറ്റൻഡൻസ് ആയാലും അല്ലെങ്കിൽ ജോയിനിങ് സെക്ഷനിലുള്ള ഒരു കാര്യങ്ങളായാലും എല്ലാം നമുക്ക് ഡീറ്റെയിൽസ് ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽസ് നമുക്കൊരു കാൻഡിഡേറ്റിന് കിട്ടുന്നുണ്ട്. ഇതൊക്കെ അല്ലാതെ പിന്നെ എന്താണ് പാരാമീറ്റേഴ്സ് വരുന്നത്? നെക്സ്റ്റ് പെർഫോമൻസ് ആണ്. നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന എംപ്ലോയീസും ഉണ്ടാവും, പെർഫോമൻസ് കുറഞ്ഞവരും ഉണ്ടാവും. ചിലപ്പോൾ ഒരേ കാറ്റഗറിയിൽ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരേ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പെർഫോം നല്ല രീതിയിൽ ചെയ്യുന്നവരുണ്ടാവും, കുറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷേ സെയിം എക്സ്പീരിയൻസ് ആയിരിക്കും. ചിലപ്പോൾ ഒരേ ടൈമിൽ ജോയിൻ ചെയ്ത 2 സ്റ്റാഫുകൾ, അതിൽ ഒരാൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്, ഒരാൾ പെർഫോമൻസ് കുറച്ച് കുറവാണ്. പെർഫോമൻസ് കുറഞ്ഞ ആൾ ഇത് അവൻ്റേതായ സ്റ്റൈലിൽ അങ്ങനെ ചെയ്തു പോകുന്നു, കൂടിയ ആൾ അതെല്ലാം ചെയ്തു പോകുന്നു. അപ്പോൾ ഇത് എവിടെയും മാർക്ക് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ നാളെ ഇതൊരു വിഷയമാവും എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം നമുക്കത് അവരുടെ ജോലിയിലുള്ള പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് സ്കോറിനെ ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ കുറക്കാൻ മീൻസ് നമ്മൾ മനഃപൂർവ്വം കുറക്കല്ല, ഇത് ഓട്ടോമാറ്റിക്കലി റിഫ്ലക്ട് ചെയ്യുമ്പോൾ അത് കൂട്ടാനുള്ള ടെൻഡൻസി ഇവർക്ക് വരും. എൻ്റെ സ്കോർ കൂടി കാണാനാണ് ആരും ആഗ്രഹിക്കുക. ഇപ്പോൾ പിന്നെ നേരത്തെ ബാങ്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ സിബിൽ സ്കോർ കൂടി കാണാനാണ് ആഗ്രഹിക്കുക. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു നമ്മൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്, അതിനെ ഈ സ്കോർ കൂടുതലായിട്ട് വരുമ്പോൾ ഞാൻ എൻ്റെ പെർഫോമൻസിൽ കുറച്ചുകൂടെ കൂടുതലാക്കി ചെയ്യണമെന്ന് ആ ഒരു ടെൻഡൻസി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നല്ല രീതിയിൽ പെർഫോമൻസ് കൂടും.
പെർഫോമൻസ് കൂടുമ്പോൾ ഇവർക്ക് പിന്നെ ഫ്യൂച്ചറിലേക്ക് അതൊരു നല്ല ക്രെഡിറ്റ് ആയിട്ട് മാറ്റം വരും. അതാണ് പെർഫോമൻസിന്റെ കേസിൽ സ്കോർ കൊടുക്കുമ്പോൾ നമ്മുടെ ക്രൈഗിന്റെ സ്കോർ കൊടുക്കുമ്പോൾ കാൻഡിഡേറ്റ് ഒരു ഇൻസ്പിറേഷനും കൂടിയാണ് കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ട്. ഈച്ച് ആൻഡ് എവരി ഡീറ്റെയിൽസും കിട്ടുന്നുണ്ടല്ലോ. അത് എംപ്ലോയറിനും എളുപ്പമാണ്, അതുപോലെ തന്നെ എംപ്ലോയിക്ക് അത് കൂടുതൽ വർക്ക് ചെയ്യാനുള്ള ഇൻസ്പിറേഷനും കൂടി നമുക്ക് ക്രൈഗ് സ്കോർ അല്ലെങ്കിൽ ക്രൈഗ് കൊടുക്കുന്നതാണ് ഒരു വാസ്തവം അല്ലേ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ക്രൈഗിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇത്രയും പാരാമീറ്റേഴ്സ് കൂടാതെ വേറെ എന്തെല്ലാം സ്പെഷ്യൽ പാരാമീറ്റേഴ്സ് ആണ് ഇതിൽ നമ്മൾ കൊടുക്കുന്നത്? മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മിറ്റ്മെന്റ് ആണ്. ചിലപ്പോൾ ചില കേസസിൽ ഒരു എൻ്റർപ്രണേഴ്സിന് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ എക്സ്ട്രാ ഹവേഴ്സ് വർക്ക് ചെയ്യേണ്ട സാഹചര്യം വരും. പക്ഷെ നമുക്ക് കമ്പൽ ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ സ്റ്റാഫുകളുടെ അവരുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞാൽ അവർക്ക് പോകണമെന്നുണ്ടാവും. ചിലപ്പോൾ ചില എംപ്ലോയീസ് ഇത് കണ്ടറിഞ്ഞ് കമ്പനിക്ക് ഇനി ഒരു എമർജൻസി ഉണ്ട്, ആ ഒരു പ്രൊജക്റ്റ് ചിലപ്പോൾ നമ്മളൊരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 1 hour 2 hour കൂടെ എക്സ്ട്രാ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ടാസ്ക് ഇന്ന ടൈമിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ വരുന്ന ടൈം ഷെഡ്യൂൾ ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും പ്രോഗ്രാമിലേക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ബ്രൗഷേഴ്സ് സെറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും. പ്രോഗ്രാം ചിലപ്പോൾ ഒരു 3 days ശേഷമായിരിക്കും. പക്ഷെ അതിൻ്റെ ഇടയിൽ ഇത് ഡിസൈൻ ചെയ്യണം, അത് പ്രിൻറ്റിങ്ങിന് പോകണം, ഔട്ട് വരണം, ഇത്രയും പ്രോസസ്സ് ഇതിൻ്റെ ബാക്കിൽ നടക്കുന്നുണ്ട്. അത് ആ ഒരു ടൈം പീരീഡിൽ മാത്രമല്ല ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ നമ്മൾ ഓർഡർ തന്നിട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടും വേണം. അപ്പോൾ ഇതൊരു ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ നടക്കാൻ വേണ്ടിയിട്ട് ഈ കമ്പനിനെ സപ്പോർട്ട് ചെയ്യാൻ ഈ എംപ്ലോയീസ് എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ചില ആൾക്കാർ അത് കമ്പനിയുടെ ഓർഡറല്ലേ കിട്ടിയില്ലെങ്കിൽ നമുക്ക് മാസം ശമ്പളം കിട്ടുന്നുണ്ട് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്. പകരം ഇതേ ഓണറെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അത് നിങ്ങൾ ധൈര്യമായിട്ട് എടുത്താൽ നമുക്കത് എത്ര രാത്രിയും പകലാണെങ്കിലും പണിയെടുത്തിട്ടാണ് നമുക്കത് ആ പ്രൊജക്റ്റ് ലീവ് ചെയ്യേണ്ട എന്നുള്ള പറയുന്ന ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ ഗ്രേഡ് കൊടുക്കാൻ, ഹൈലി കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഗ്രേഡ് കൂട്ടി കൊടുക്കാനുള്ള ഒരു സിസ്റ്റം നമ്മൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഈ പാരാമീറ്റേഴ്സ് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ ലേണിംഗ് ആൻഡ് ഗ്രാസ്പിംഗ് എന്നൊരു പാരാമീറ്റർ പറഞ്ഞത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലേണിംഗ് ആൻഡ് ഗ്രാസ്പിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഓരോ കമ്പനിയിലും ഒരു മാനേജേഴ്സും ഉണ്ടാവും, അത് താഴത്ത് എംപ്ലോയീസ് അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ടീമുകളും ഉണ്ടാവും. ചില ഘട്ടങ്ങളിൽ ഈ മാനേജേഴ്സ് ഇല്ലാത്ത സാഹചര്യം വരും, ചിലപ്പോൾ ലോങ് ലീവ് എടുക്കേണ്ട സാഹചര്യം വരും, അല്ലെങ്കിൽ പെട്ടെന്ന് അവർ വേറെ ബെസ്റ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ അബ്രോഡിലേക്ക് വല്ല വേക്കൻസി കിട്ടി പോകേണ്ട സാഹചര്യം വരും. എപ്പോഴും പുതിയൊരാളെ കമ്പനിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിന് പകരം നിലവിലുള്ള ടീം അതിൽ നിന്നും നല്ലൊരു വ്യക്തി കയറി വരികയാണ്. കാരണം അയാൾക്ക് ഓൾറെഡി ആ കമ്പനിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം, അവിടുത്തെ സിസ്റ്റം അറിയാം, അവിടെ എങ്ങനെയാണ് അവിടുത്തെ എൻവോൺമെന്റ് അറിയാം. പുറത്തുനിന്ന് ഒരാൾ വന്ന് ആ സെറ്റ് ആവാൻ ചിലപ്പോൾ ടൈം എടുക്കും. ഈ ഒരു സംഭവം മനസ്സിലാക്കിയത് നമ്മൾ ഈ സർവേയിൽ മനസ്സിലാക്കിയൊരു സംഭവമാണ്. ഇങ്ങനെ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, പെട്ടെന്ന് സീനിയർ പോസ്റ്റിലുള്ള ഒരാൾ പോകുമ്പോൾ ആ പോസ്റ്റിലേക്ക് വേറെ ആളെ കൊണ്ടുപോയി ചിലപ്പോൾ ആ ടീമിനെ അതേപോലെ മാനേജ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആ ഒരു വിഷയം സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രൈഗിൽ ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നിലവിലുള്ള എംപ്ലോയീസിൽ നിന്നും 2 ദിവസം മന്ത്ലി 2 ദിവസം ഇവരുടെ സീനിയർ മാനേജറിൻ്റെ പോസ്റ്റ് അറ്റൻഡ് ചെയ്ത് അത് പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെ 6 മാസം 12 തവണ ഇത് അറ്റൻഡ് ചെയ്യുന്ന എംപ്ലോയീസിന് നല്ല രീതിയിൽ സ്കോർ കൂടാൻ നമ്മൾ ഇതിനുള്ളൊരു സിസ്റ്റം ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അവരെന്താണോ അത് ഏത് മാനേജറാണ് ചെയ്യുന്നത് ഗ്രാസ്പ് ചെയ്യുക, എന്നിട്ട് ഈ ഇൻ കേസ് ഏതെങ്കിലും സിറ്റുവേഷനിൽ മുകളിലുള്ള മാനേജർ പോകുന്ന സാഹചര്യം വരുമ്പോൾ ആ ഒരു പോസ്റ്റിലേക്ക് കയറാം. പിന്നെ അപ്പോൾ നമുക്ക് ആ ഒരു റിക്രൂട്ട്മെന്റിലുള്ള ടെൻഷൻസ് കാര്യങ്ങൾ കുറഞ്ഞു കിട്ടും. പിന്നെ അതേ കമ്പനിയുടെ കംപ്ലീറ്റ് സിസ്റ്റം അറിയുന്ന വ്യക്തി ആയിരിക്കും ഈ ഒരു എംപ്ലോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആ ഒരു പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ നമ്മളിവിടെ ക്രൈഗ് ത്രൂ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതാണ് ലേൺ ആൻഡ് ഗ്രാസ്പ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും.